നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വേർഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻസ് തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വേർഡിലെ കുറച്ച് ഷോർട്ട് കട്ട് കീസിൻ്റെ ക്ലാസ് കൂടി ചെയ്യാമോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് കട്ട് കീസ് മാത്രമായിട്ടുള്ള ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആൻസർ പറഞ്ഞിരുന്നു. അതായത് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിലെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതാണ് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് മാർജിനും പേപ്പർ ലേഔട്ട് ഈ 3 ഓപ്ഷൻസ് ആണ് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ വരുന്നത്. നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പേജ് ലേഔട്ടിലെ പേജ് സെറ്റപ്പ് ടാബിനകത്ത് വരുന്ന ഓപ്ഷൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പേജ് സെറ്റപ്പ് ടാബിൽ മാർജിൻസ് ഉണ്ട്, ഓറിയൻറ്റേഷൻ ഉണ്ട്, സൈസ്, കോളം ബ്രേക്ക്, ലൈൻ ബ്രേക്ക്, ഹൈഫനേഷൻ ഇത്രയുമാണ് വരുന്നത്. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷനാണ്? മാർജിനും പേപ്പറും ലേഔട്ടുമാണ് ആൻസർ ആയിട്ടുള്ളത്. അതിൽ എ ഓപ്ഷൻ ആയിരുന്നു ആൻസർ ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഷോർട്ട് കട്ട് കീസ് നോക്കാം. ഫസ്റ്റ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+A ആണ്. നമ്മളൊരു ആൽഫബറ്റിക് ഓർഡറിലാണ് ഈ ഷോർട്ട് കട്ട് കീസ് പഠിച്ചു പോകുന്നത്. അപ്പോൾ Ctrl+A എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ, ഒരു ഡോക്യുമെൻറ്റിലുള്ള ഫുൾ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാനാണ് Ctrl+A. ഞാനിപ്പോൾ Ctrl+A ഷോർട്ട് കട്ട് കീ കൊടുത്തപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് ഫുള്ളായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ Ctrl+B ആണ്. Ctrl+B എന്ന് പറഞ്ഞാൽ ബോൾഡ് ആണ്. അതായത് ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പം നേരത്തെ എന്തായിരുന്നു? ബോൾഡ് അല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടെ Ctrl+B കൊടുത്താൽ ബോൾഡ് അല്ലാതാകും, ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബോൾഡ് ആകും. അപ്പോൾ ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാനാണ് Ctrl+B. അടുത്തത് Ctrl+C. Ctrl+C എന്ന് പറഞ്ഞാൽ കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ ആണ്. അതിൽ നിന്ന് തന്നെ കിട്ടും. ഈ ബിയും സിയും ഒക്കെ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ Ctrl+C എന്ന് പറഞ്ഞാൽ കോപ്പിയാണ്. ഒരു ടെക്സ്റ്റിനെ നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ Ctrl+C ഞാൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്നും കൂടി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എവിടെയെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കോപ്പി, ഇതിൻ്റെ തന്നെ ഒരു കോപ്പി ഇവിടെ പേസ്റ്റ് ആകും. അപ്പം ഇതാണ് Ctrl+C എന്ന് പറഞ്ഞാൽ കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ ആണ്. ഇനി Ctrl+Shift+C ഒരു ഇത് കൂടെ വരും, ഷിഫ്റ്റ് കൂടെ വരും. Ctrl+Shift+C എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് പെയിൻറ്റർ ആണ്. ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും ഫോർമാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതായത് ബോൾഡ് ആക്കുക, അല്ലെങ്കിൽ ഇറ്റാലിക്സ് ആക്കുക, കളർ കൊടുക്കുക, അങ്ങനെയുള്ള ഫോർമാറ്റിംഗ് ഒരു ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്യാനാണ് ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ അറിയാലോ, Ctrl+C ആണ്. അതിൻ്റെ കൂടെ ഒരു ഷിഫ്റ്റ് കൂടി വന്നാൽ Ctrl+Shift+C ആണ് ഫോർമാറ്റ് പെയിൻറ്ററുടെ ഷോർട്ട് കട്ട് കീ. അടുത്ത നോക്കാം, Ctrl+D. Ctrl+D എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്. ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+D എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Ctrl+Shift+F അതും ഫോണ്ട് ഡയലോഗ് ബോക്സിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അപ്പം ഇത് രണ്ടും ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. അപ്പം Ctrl+Dയും ഉണ്ട്, Ctrl+Shift+Fഉം ഉണ്ട്. അതുകൂടി ഓർത്തിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് എഴുതിത്തരാം. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത നോക്കാം, Ctrl+E. Ctrl+E എന്ന് പറഞ്ഞാൽ സെൻറ്റർ അലൈൻമെൻറ്റ്. ടെക്സ്റ്റിനെ സെൻറ്ററിൽ അലൈൻ ചെയ്യാനാണ് Ctrl+E ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. അടുത്ത Ctrl+F. Ctrl+F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻഡ് ഡയലോഗ് ബോക്സ്. ഇപ്പോൾ Ctrl+F കൊടുത്ത് കാണിക്കാം. Ctrl+F കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. കണ്ടോ, ഇത് നമുക്കറിയാം എന്താ? ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഡയലോഗ് ബോക്സ് ആണ്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ്? ഫൈൻഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ Ctrl+F കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻഡ് ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ കൊടുക്കുമ്പോൾ റീപ്ലേസും, ഗോറ്റുവിൻ്റെ ഷോർട്ട് കട്ട് കീ കൊടുക്കുമ്പോൾ ഗോറ്റുവും ആക്റ്റീവ് ആകും. ഇപ്പം നമ്മുടെ ഡയലോഗ് ബോക്സ് വരുമ്പോൾ ഇവിടെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നായിരിക്കും. പക്ഷേ നമ്മുടെ ഷോർട്ട് കട്ട് കീ അനുസരിച്ചിട്ട് ഏത് ഓപ്ഷനാണോ ആക്റ്റീവ് ആകുന്നത് അതാണ് അവിടെ വരുന്നത്. അപ്പോൾ Ctrl+F നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? ഫൈൻഡ് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആകുന്നത്.
ഇനി നോക്കിയേ കൺട്രോൾ പ്ലസ് ജി ഏതാണ്? ഗോ ടു ഡയലോഗ് ബോക്സ് ആണ്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കൺട്രോൾ പ്ലസ് ജി. ഞാൻ ഇപ്പോൾ കൺട്രോൾ പ്ലസ് ജി ആണ് കൊടുത്തത്. ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത്? ഗോ ടു ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ കൺട്രോൾ പ്ലസ് എഫ് ഫൈൻഡ്, കൺട്രോൾ പ്ലസ് ജി എന്ന് പറയുന്നത് ഗോ ടു ആണ്. അടുത്തെന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് എച്ച്. കൺട്രോൾ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്ലേസ് ഡയലോഗ് ബോക്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് എച്ച് ഞാൻ കാണിച്ചു തരാം. കൺട്രോൾ പ്ലസ് എച്ച് ഇതാണ് എന്താ? റീപ്ലേസ്. ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഏതാണ്? റീപ്ലേസ് ആണ്. അപ്പോൾ എല്ലാവരും പറയും ചിലപ്പോൾ കൺട്രോൾ പ്ലസ് എഫ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ് എന്ന് പറഞ്ഞാലും കൺട്രോൾ പ്ലസ് എഫ് ആണ് ഫൈൻഡ്, കൺട്രോൾ പ്ലസ് എച്ച് ആണ് റീപ്ലേസ്, കൺട്രോൾ പ്ലസ് ജി എന്ന് പറയുന്നത് ഗോ ടു ഡയലോഗ് ബോക്സ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത് നോക്കിയേ കൺട്രോൾ പ്ലസ് ഐ എന്താണ്? ഇറ്റാലിക്സ്. ഒരു ടെക്സ്റ്റിനെ ഇറ്റാലിക്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് ഐ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോൾ പ്ലസ് ജെ എന്താണ്? ജസ്റ്റിഫൈ അലൈൻമെൻറ്റ്. എന്ത് ചെയ്യാം? ഒരു ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിനെ ലെഫ്റ്റും റൈറ്റും മാർജിൻ ഈക്വലായിട്ട് അലൈൻ ചെയ്യാനാണ് നമ്മൾ ജസ്റ്റിഫൈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റിഫൈയുടെ ഷോർട്ട് കട്ട് കെ, എൻ്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ കൺട്രോൾ പ്ലസ് ജെ. അടുത്തത് കൺട്രോൾ പ്ലസ് കെ എന്താണ്? ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്കിൻ്റെ ലാസ്റ്റ് ലെറ്റർ കൊടുത്താൽ മതി കെ. ഏതാണ്? കൺട്രോൾ പ്ലസ് കെ ആണ്. ഹൈപ്പർ ലിങ്കിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് കെ. അപ്പോൾ കണ്ടോ, ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് കൺട്രോൾ പ്ലസ് കെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് ഡയലോഗ് ബോക്സ് വരും. അടുത്ത് നോക്കിയേ കൺട്രോൾ പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ്. ടെക്സ്റ്റിനെ ലെഫ്റ്റ് മാർജിനിൽ അലൈൻ ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് എൽ. അടുത്ത കൺട്രോൾ പ്ലസ് എം ആണ് ഇൻഡെൻറ്റ് പാരഗ്രാഫ് ടു റൈറ്റ്. ഒരു പാരഗ്രാഫിനെ റൈറ്റ് സൈഡിലേക്ക് ഇൻഡെൻറ്റ് ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് എം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ പ്ലസ് എം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങോട്ട് പോകും? റൈറ്റ് സൈഡിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കഴ്സർ ഇരിക്കുകയാണ്. ഞാൻ കൺട്രോൾ പ്ലസ് എം കൊടുക്കാം. കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് ഈ ടാബിൽ ഇൻഡെൻറ്റ് ചെയ്യുന്ന കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് പോകും. ഇനി ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം തിരിച്ചു വരുന്നുണ്ടോ? ഇതാണ് ഡിക്രീസ് ഇൻഡെൻറ്റ്. അപ്പോൾ ഇൻക്രീസ് ഇൻഡെൻറ്റ് ആൻഡ് ഡിക്രീസ് ഇൻഡെൻറ്റ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഇൻഡെൻറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് എമ്മും അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം ആണെന്നുണ്ടെങ്കിൽ ഈ പാരഗ്രാഫ് ഇൻഡെൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കിയേ കൺട്രോൾ പ്ലസ് എൻ എന്താണ്? ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്. ഒരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് എൻ. കണ്ടോ, ഞാൻ ഇപ്പോൾ കൺട്രോൾ പ്ലസ് എൻ കൊടുത്തു. കണ്ടോ, പുതിയൊരു ഡോക്യുമെൻറ്റ് 3 ഇവിടെ ക്രിയേറ്റ് ആയി. അത് കൺട്രോൾ പ്ലസ് എൻ. അടുത്ത ഷോർട്ട് കട്ട് കീ നോക്കാം. കൺട്രോൾ പ്ലസ് ഒ എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പൺ എ ഫയൽ. ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യുക? കൺട്രോൾ പ്ലസ് ഒ യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഓപ്പൺ ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് നിന്ന് നമുക്ക് ഫയൽസ് ഓപ്പൺ ചെയ്യാം. ഇനി അടുത്ത നോക്കിയേ കൺട്രോൾ പ്ലസ് പി എന്താണ്? പ്രിന്റ് ഡയലോഗ് ബോക്സ്. പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യും? കൺട്രോൾ പ്ലസ് പി യൂസ് ചെയ്യും. ഇതൊക്കെ ഓർത്തിരിക്കുക എളുപ്പമാണ്. എന്താണ്? ആദ്യത്തെ ലെറ്റർ യൂസ് ചെയ്താൽ മതി. എൻ ന്യൂ ഡോക്യുമെൻറ്റ്, ഒ ഓപ്പൺ, പി പ്രിൻറ്റ്. ഇനി അടുത്ത കൺട്രോൾ പ്ലസ് ആർ ആണെങ്കിൽ റൈറ്റ് അലൈൻമെൻറ്റ്. റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് ആർ. അടുത്ത കൺട്രോൾ പ്ലസ് എസ് സേവ് ദ ഫയൽ. ഒരു ഫയൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? കൺട്രോൾ പ്ലസ് എസ് യൂസ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് യു ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അണ്ടർലൈൻ ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? കൺട്രോൾ പ്ലസ് യു യൂസ് ചെയ്യും. കണ്ടോ, അണ്ടർലൈൻ അവിടെ വന്നു. അടുത്ത കൺട്രോൾ പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? പേസ്റ്റ് ആണ്. ഇപ്പം കട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്ത ടെക്സ്റ്റിനെ മറ്റൊരു പ്ലേസിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ പ്ലസ് വി. അടുത്ത കൺട്രോൾ പ്ലസ് ഡബ്ല്യു ആണ്. ക്ലോസ് ദി ഓപ്പൺ ഡോക്യുമെൻ്റ്. നമ്മളിപ്പോൾ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡോക്യുമെൻറ്റിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഏത് യൂസ് ചെയ്യും? കൺട്രോൾ പ്ലസ് ഡബ്ല്യു യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ കൺട്രോൾ പ്ലസ് ഡബ്ല്യു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ഇത് ചോദിക്കുന്നുണ്ട് ഇതിനുള്ള ചേഞ്ചസ് എന്ത് ചെയ്യണം? നമുക്ക് സേവ് ചെയ്യണോ വേണ്ടയോ? നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് സേവ് ചെയ്യും. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നെയിം ചോദിക്കും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് സേവ് ആകും. നോ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആകത്തില്ല. അപ്പോൾ ക്യാൻസൽ കൊടുക്കാൻ നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് ക്ലോസ് ചെയ്യേണ്ട. അപ്പം ക്ലോസിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ പ്ലസ് ഡബ്ല്യു.
അടുത്ത Ctrl+X എന്താണ്? കട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+X. അപ്പം ഞാൻ ഇതിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തു, Ctrl+X കൊടുത്തു, അവിടെ നിന്ന് കട്ടായി. ഇനി നമുക്ക് പേസ്റ്റ് ചെയ്യണം. ഇവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് യൂസ് ചെയ്യും? Ctrl+V യൂസ് ചെയ്താൽ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത Ctrl+Y എന്ന് പറഞ്ഞാൽ റിഡോയുടെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Y. അണ്ടു ആണെങ്കിലോ Ctrl+Z ആണ് അണ്ടുവിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ അണ്ടു എന്ന് പറഞ്ഞാൽ Ctrl+Z, റിഡോ എന്ന് പറഞ്ഞാൽ Ctrl+Y. അടുത്തത് നമുക്കിപ്പോൾ എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഷോർട്ട് കട്ട് കീസാണ് നോക്കിയത്. ഇനി നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, 0 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസും കൂടി നോക്കാം. ആദ്യത്തെ Ctrl+0, ഇത് 0 ആണ്, O അല്ല. അപ്പോൾ 0, Ctrl+0 ആണെങ്കിൽ ആഡ് ഓർ റിമൂവ് 6 points ഓഫ് സ്പേസിങ് ബിഫോർ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിന് മുൻപ് എന്ത് ചെയ്യുക? 6 points ഓഫ് സ്പേസിങ് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+0 യൂസ് ചെയ്യുന്നത്. അപ്പം നോക്കി, ഞാൻ Ctrl+0 കൊടുത്തു, കണ്ടോ? സ്പേസ് അവിടെ ആഡ് ചെയ്തു ആ പാരഗ്രാഫിന് മുന്നേ. ഇനി ഒന്നുകൂടെ Ctrl+0 കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസിങ് റിമൂവ് ചെയ്യും. വീണ്ടും 0 കൊടുത്താൽ ആഡ് ചെയ്യും, വീണ്ടും 0 കൊടുത്താൽ റിമൂവ് ചെയ്യും. അതാണ് ആഡ് ഓർ റിമൂവ് 6 points ഓഫ് സ്പേസിങ് ബിഫോർ പാരഗ്രാഫ്. ഇനി അടുത്ത Ctrl+1 എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈൻ സ്പേസിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്, എക്സാക്ട്ലി ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഉണ്ട്, 1.5 ഉണ്ട്. ഇതെല്ലാം ഓപ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സിംഗിൾ ലൈൻ സ്പേസ് ആണെങ്കിൽ Ctrl+1 കൊടുക്കുക. അതുപോലെ തന്നെ ഡബിൾ ലൈൻ സ്പേസ് ആണെങ്കിൽ Ctrl+2 കൊടുക്കുക. അതുപോലെ തന്നെ Ctrl+5 എന്ന് പറയുന്നത് 1.5 ലൈൻ സ്പേസ് ആണെങ്കിൽ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 1.5 ലൈൻ സ്പേസ് കിട്ടാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+5 ആണ്. അപ്പോൾ Ctrl+1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സിംഗിൾ ലൈൻ സ്പേസ്. ഇപ്പം ഞാൻ ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തു, Ctrl+1 കൊടുത്തു. അപ്പോൾ എന്താ? സിംഗിൾ ലൈൻ സ്പേസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി Ctrl+2 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഡബിൾ ലൈൻ സ്പേസ്. ഇനി Ctrl+5 കൊടുത്തു കഴിഞ്ഞാൽ 1.5 ലൈൻ സ്പേസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാം? Ctrl+1 കൊടുത്താൽ എന്ത് വരും? സിംഗിൾ ലൈൻ സ്പേസ് വരും. അപ്പോൾ Ctrl+0 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാരഗ്രാഫിന് മുന്നേ എന്ത് ചെയ്യുക? 6 points ഓഫ് സ്പേസിങ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക. Ctrl+1 എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈൻ സ്പേസിങ്, Ctrl+2 എന്ന് പറഞ്ഞാൽ ഡബിൾ ലൈൻ സ്പേസിങ്ങും, Ctrl+5 എന്ന് പറഞ്ഞാൽ 1.5 ലൈൻ സ്പേസിങ്ങുമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസ്. ഇനിയുമുണ്ട് ഷോർട്ട് കട്ട് കീസ്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറക്കത്തില്ല, അതുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ തന്നിരിക്കുന്നത്. ബാക്കി ഷോർട്ട് കട്ട് കീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്